ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ബാപ്ദാദയുടെ സേവാർത്ഥം സെക്യൂരിറ്റി സർവീസ് വിങ് ചെന്നൈയിൽ നിന്ന് ജൂൺ 22 ആരംഭിച്ച് 20 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ സേവനത്തിൻ്റെ ക്യാമ്പയിൻ ഊട്ടിയിൽ സമാപിക്കും. ഇത് നമ്മുടെ അടുത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. സുരക്ഷാ ജീവനക്കാരുടെ സേവനത്തിന് വേണ്ടി ബാപ്ദാദ തയ്യാറാക്കിയിരിക്കുന്ന ശിവശക്തി പാണ്ഡവസേനയ്ക്ക് പാലക്കാട് മലപ്പുറം ജില്ലയിൽ എല്ലാ ഈശ്വരീയ വിദ്യാർത്ഥികളുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ സ്വാഗതം 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 സുസ്വാഗതം. നിങ്ങൾക്കറിയാലോ, സമയം പരിമിതിയുണ്ട്. 8:30 ഗിരീഷ് വൈക്ക് ഫസ്റ്റ് പ്രോഗ്രാമിന് പോകണം. അപ്പം അതുകൊണ്ട് പരിചയപ്പെടുത്തലുകളൊന്നും ഇവരുടെ എല്ലാം ഇത്രയും ബാബയുടെ മഹാരഥി ആത്മാക്കളാണ്. ഇതിൽ ഗിരീഷ് ഭായി നിങ്ങൾക്ക് സുപരിചിതനാണ്. പിന്നെ രാമകൃഷ്ണൻ ഭായിയും വന്നിട്ടുണ്ട് പ്രോഗ്രാമിന്, സയൻറ്റിസ്റ്റ് ആൻഡ് എൻജിനീയേഴ്സ് വിങ്ങിൽ. വിനിതബേൻ നമ്മുടെ അയൽവാസിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഒരു തവണ വന്നിരുന്ന നമ്മുടെ വത്സല മാജിയുടെയും ഭായിയുടെയും മകളാണ്. ദീപ ബെഞ്ചി യഥാർത്ഥത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. ദീപ ദീദി ഇവിടുത്തെ ഇനാഗ്രേഷൻ സമയത്ത് യോഗിനി ദീദിയുടെ കൂടെ വന്നിട്ടുണ്ട് ഒരു തവണ. അപ്പോൾ ബാക്കി ഫസ്റ്റ് ഈശ്വരൻ ഭായി നിങ്ങൾക്ക് പരിചിതനാണ് ചെന്നൈയിൽ നിന്ന്. ബാക്കി നമ്മുടെ സെക്യൂരിറ്റി സർവീസ് വിങ്ങിൻ്റെ സേവനത്തിൻ്റെ കോർഡിനേറ്റർ ദീപക് ഭായിയും വന്നിട്ടുണ്ട്. ദീപക് ഭായി അശോക് ഭായിയുടെ കൂടെ ഇവിടെ വന്നിരുന്നു. അപ്പോൾ ബാക്കി 2 ഭായിമാർ നമ്മുടെ സാരഥികളായിട്ട് വന്നിരിക്കുന്നത് കാളിദാസ് ഭായിയും കല്യാണരാമൻ ഭായിയും. അതുകൊണ്ട് എല്ലാവരും ബാക്കി ദീപ ദീദി, വിനിത ബെഹൻ, ഗിരീഷ് ഭായ് ബോംബെ മഹാനഗരത്തിൽ നിന്ന് ബാബയുടെ ജ്ഞാനത്തിൽ വന്ന് ഇന്ന് ദേശവിദേശത്ത് ബാബയുടെ മക്കൾക്ക് സന്ദേശം നൽകി
നിങ്ങൾക്കറിയാം, അത്ഭുതകരമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ഈ മൂർത്തികൾ, ത്രിമൂർത്തി മഹാരഥി ആത്മാക്കളുടെ സാന്നിധ്യമാണ്, ദർശനമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബാബ എന്ന് പറഞ്ഞില്ലേ, തപസ്വി, സബല തപസ്വി ജീവിതം ജീവിക്കുന്ന ആത്മാക്കൾ. രാമകൃഷ്ണൻ ഭായിയും അതേപോലെ തന്നെ. പിന്നെ നമ്മുടെ ദീപക് ഭായ്, സൈലന്റ് യോഗി, ഇത്രയധികം സേവ ബാബയുടെ ഈ സെക്യൂരിറ്റി വിങ്ങിൻ്റെ നടക്കുന്നുണ്ട്. മുതിർന്ന മഹാരഥികൾ, നമ്മുടെ ആദരണീയനായ അശോക് ഭായ്, ശുക്ല ദീദി, എല്ലാവരുടെയും ഗൈഡൻസിലാണെങ്കിലും ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ദീപക് ഭായിയുടെ വളരെ ഉയർന്ന പാർട്ടാണ്. ഇപ്പം നമുക്കെല്ലാവർക്കും വളരെയധികം സ്നേഹത്തോടെ നമ്മുടെ ശിവശക്തി പാണ്ഡവസേനയെ ഒരിക്കൽ കൂടി സ്നേഹത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യാം. आप सभी बाबा के शिवशक्ति पांडव सेना को बाबा की प्रत्यक्षता के नगाड़ा पूरे भारत में, विश्व में, स्पेशली इस कैंपेन के द्वारा जो चेन्नई से कुन्नूर तक की ये जो 20 दिन की रैली से इतनी बाबा की सेवाएं हो रही है, स्पेशली केरला में और तमिलनाडु में, तो हम सब की बाबा के सभी बच्चों की ओर से आप सभी महारथी आत्माओं को, बाबा के बच्चों को स्वागत है. നമുക്ക് നമ്മുടെ സ്വാഗതം സ്നേഹത്തോടെ തിലകം ചാർത്തി ഷാളണിയിച്ച് മാലയണിയിച്ച് ദൈവികമായ രീതിയിൽ ചടങ്ങുകൾ ആരംഭിക്കും.
ഗിരീഷ് ഭായി ആദ്യമേ നമ്മളോട് സംസാരിക്കും, കാരണം ഗിരീഷ് ഭായിക്ക് ഇപ്പം ഇറങ്ങണം. ട്രാൻസ്ലേഷൻ ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായിരിക്കും. ഗിരീഷ് ഭായി മലയാളത്തിൽ പറയല്ലോ. ഓം ശാന്തി. നിങ്ങളെല്ലാവരും വളരെ സ്നേഹത്തോടെ പറയണം ഓം ശാന്തി. കുറച്ച് ചിരിച്ചുകൊണ്ട് പറയണം ഓം ശാന്തി. കുറച്ച് ഉണർവും ഉത്സാഹത്തിൽ പറയണം ഓം ശാന്തി. നമസ്കാരം, ഗുഡ് മോർണിംഗ്. മലയാളത്തിൽ സംസാരിക്കാൻ തന്നെ സ്ട്രെസ്സാണ് ഗിരീഷ് ഭായിക്ക്. മീന സിസ്റ്റർ പറഞ്ഞു ട്രാൻസ്ലേഷൻ്റെ ആവശ്യമില്ല. അത് കേൾക്കുമ്പം തന്നെ ഗിരീഷ് ഭായിക്ക് സ്ട്രെസ് കൂടാൻ തുടങ്ങി. മലയാളിയാണ്, പക്ഷേ മലയാളം നമ്മൾ അത്ര യൂസ് ചെയ്യുന്നില്ല ബോംബെയിൽ. സോ ഇറ്റ് ഈസ് ലിറ്റിൽ ഡിഫിക്കൾട്ട്. കുറച്ച് ബുദ്ധിമുട്ടുണ്ട് മലയാളം സംസാരിക്കാൻ. പക്ഷേ ഈ സെക്യൂരിറ്റി സർവീസസ് വിങ്ങിൻ്റെ ഈ ക്യാമ്പയിൻ്റെ നിമിത്തമായിട്ട് സേവ, ബാബ, ഡ്രാമ, പിന്നെ ദീദിമാർ, ദാദിമാർ, ഇങ്ങനത്തെ ഒരു സൗഭാഗ്യം നമുക്ക് കിട്ടി. ഈ ക്യാമ്പയിനിൽ വന്നിട്ട് സേവ ചെയ്യാനുള്ള ആ ഭാഗ്യം. അതിനു വേണ്ടിയിട്ട് ബാപ്ദാദക്ക്, ഡ്രാമ, നമ്മുടെ മൊത്തം തമിഴ്നാട് സോണിൻ്റെ ടീച്ചേഴ്സിന് വളരെ വളരെ നന്ദി. നമ്മുടെ ഈ ടീം വളരെ നല്ലതാണ്, വളരെ സ്വീറ്റാണ്. എപ്പോഴും ഇന്ന് ബാബ വരദാനിൽ പറഞ്ഞിട്ടുണ്ട്, സച്ചി സേവ നിരാശാവാദി കോ ആശാവാദി ബനാനാ. സോ ഈ ബാബൻ്റെ എല്ലാ കുട്ടികളും വളരെ സ്നേഹത്തോടെ, വളരെ വിനയം, ഞാൻ കുറച്ച് മലയാളം പഠിക്കുന്നുണ്ട്, വിനയം ധരിച്ചിട്ട് സേവ ചെയ്യുന്നുണ്ട്. അതിൽ ദിവസവും രാത്രിയും പകലും ഭക്ഷണം അതൊന്നും കൺസിഡർ ചെയ്യാത്തത് സേവ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വിശേഷമായ പാലക്കാടിൽ വന്നിട്ട് ഇന്നലെ നമ്മൾ രാത്രി വന്നപ്പം ഇവിടുത്തെ ഡെക്കറേഷൻ എല്ലാം കണ്ടിട്ട് എൻ്റെ മനസ്സിൽ വന്നത് ശിവരാത്രിൻ്റെ പ്രോഗ്രാമോ മറ്റാണോ. അത്ര ഭംഗിയായിട്ട് ബാബൻ്റെ ഈ വീട് എന്താ പറയുക, അലങ്കരിച്ചു. മൈ ഗോഡ്, അങ്ങനത്തെ മലയാളം കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അലങ്കരിച്ച് വെച്ചു. പിന്നെ സിസ്റ്ററും ബ്രദേഴ്സും നമുക്ക് വേണ്ടിയിട്ട് ഇത്ര നേരം വരെ വെയിറ്റ് ചെയ്തു. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളും നമ്മളുടെ ബാബ എങ്ങനെയാ കുട്ടികൾക്ക് പാലന കൊടുക്കുന്ന ആ സ്നേഹം, ആ പാലന ഈ സംഘം യുഗ വിട്ടിട്ട് നമുക്ക് സത്യയുഗത്തിലും പോലും കിട്ടത്തില്ല. അത്ര സ്നേഹം, അത്ര ത്യാഗ തപസ്യായിട്ടാണ് പാലക്കാട്. നിങ്ങളെല്ലാവരുടെയും ആ ശുഭഭാവന, സ്നേഹം നമുക്ക് ഫീൽ ആവുന്നുണ്ട്. ഈ ബാബേൻ്റെ ഈ വീട്ടിൻ്റെ വൈബ്രേഷൻസ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പിന്നെ ബ്രാഹ്മൺ പറഞ്ഞാൽ ഭക്ഷണം അത് വിടത്തില്ലല്ലോ. സോ ഇപ്പം
ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം ഞാൻ സിസ്റ്ററോട് ചോദിച്ചു, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണോ ലഞ്ചാണോ, വ്യത്യാസം ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അനീത സിസ്റ്റർ പറഞ്ഞു, ഗിരീഷ് ഭായ് എന്താ ദോശനെന്നാ പറയാ, അപ്പം, ഒരും കൂടി അപ്പം വേണോ? ഞാൻ പറഞ്ഞു ഇപ്പം വേണ്ട, ഞാൻ 2-3 ദിവസം ഇവിടെ താങ്ങാൻ പോവുകയാണ്, മെല്ലൻ ഇതെല്ലാം കഴിച്ചിട്ടേ പോകുന്നില്ലോ, ഈ ധൃതി പിടിച്ചിട്ട് വിട്ടിട്ടൊന്നും ഞാൻ പോകുന്നില്ല, നല്ലപോലെ സുയിച്ചിട്ട് ആസ്വദിച്ചിട്ട് ഭക്ഷണമെല്ലാം. അപ്പം സിസ്റ്റർ പറയുന്നത്, കഴിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. അത് പിന്നെ സിസ്റ്റർ ചോദിക്കാന്ന്, ഇത്ര കഴിക്കുന്നൊന്നും കാണുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറയാ, ഇത് കാണിക്കാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത്, അത് ഇതുവരെ പിടി കിട്ടിയിട്ടില്ല. സോ ബാബക്ക്, ദീദിക്ക് വിശേഷം, മീന സിസ്റ്ററിന്, നിങ്ങളെല്ലാവർക്കും ബാബന്റെ ഇത്ര നല്ല ബ്യൂട്ടിഫുൾ, ലവ്ലി, സ്വീറ്റ്, ഡിവൈൻ, എന്താ പറയുക, ഫാമിലി. ഈ ഫാമിലി കൽപ്പത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. സേവ 2 മണിക്കൂർ 1 മണിക്കൂർ ഗിരീഷ് ഭായ് ഒരു പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പ്രോഗ്രാം ചെയ്തു, അതൊന്നും അല്ല ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ പരിവാരത്തിനോട് സ്നേഹം, അഭാവന, ആ വൈബ്രേഷൻസ്. ആത്മാ അതെല്ലാം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴല്ലേ സംഗമയുഗത്തിൻ്റെ സുഖം. ഓക്കെ, സോ ബാബക്ക്, ഡ്രാമ, ദീദി, നിങ്ങളെല്ലാവർക്കും വളരെ വളരെ സ്നേഹത്തിൻ്റെ എങ്ങനെയാ പറയുക സിസ്റ്റർ, സ്നേഹത്തിൻ്റെ പേരിൽ അല്ല, ആരുടെ പേരിൽ, അതെല്ലാം ഭയങ്കര കൺഫ്യൂഷൻ ആണ്, എന്തോ പേരുണ്ട്, നന്ദി പറയാ. ഹൃദയം നിറഞ്ഞ സ്നേഹം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ദീപക് ഭായ് പറയാന്ന്, ഈ ഇതിലെല്ലാം പിന്നാലെ നമ്മളുടെ സെക്യൂരിറ്റി സർവീസസ് വിങ് കാണുന്നില്ലല്ലോ. ഇതാണ് ഭാഗ്യം, എത്ര സേവ ചെയ്യുന്നു അത്ര ഭാഗ്യം. ഈ ഈ എന്താ പറയുക, ഈ ശൃംഗാരത്തിൽ ഏറ്റവും നല്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഈ കിരീടമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ടാണ് എനിക്ക് കിരീടം ഇഷ്ടം. എന്താ വെച്ചാൽ പിന്നെ ഒന്നും കാണൂലല്ലോ, മുടി ഉണ്ടോ ഇല്ലയോ. സോ ഇതെല്ലാം ഞാൻ തിരിച്ചു കൊടുക്കും, പക്ഷെ കിരീടം ഞാൻ കൊടുക്കത്തില്ല തിരിച്ചിട്ട്. അത് ചലോ, ജിമ്മേവാരി കാ താജ് ബാബ പറയുന്ന, റൈറ്റ്. താങ്ക് യു. ഓം ശാന്തി. താങ്ക് യു ഗിരീഷ് ഭായ്. എല്ലാവരെയും ചിരിപ്പിക്കുകയും, ക്ലാസ്സും അങ്ങനെ തന്നെയാണ്, ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. ക്ലാസ് കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ ഗിരീഷ് ഭായിക്ക് പോകണം. तो थैंक यू सो मच गिरीश भाई. अभी दीपा दीदी हम सभी से बाबा के साथ का अनुभव शेयर करें. दीपा दीदिക്കും പോകണം ഉടനെ. ദീപ ദീദിക്കും കഞ്ചിക്കോട് ഭാഗത്താണ് പ്രോഗ്രാം. गिरीश भाई को निकलना. ओम शांति. जैसे गिरीश भाई बता रहे थे कि बाबा का ये ब्राह्मण परिवार, उनसे मिलने का जो सुख है वही संगम का सच्चा सुख है. ഓം ശാന്തി. ബ്രാഹ്മണ പരിവാരത്തെ കാണുമ്പോൾ കിട്ടുന്ന സുഖം തന്നെയാണ് സത്യമായ സുഖം. अतीन्द्र सुख का जो बाबा गायन करते हैं हम ब्राह्मण बच्चों के लिए, तो ये परिवार परिवार से मिलने का सुख, स्नेह की लेन देन करने का सुख, एक दूसरे को दुआएं देने का सुख. ദീപ एक मिनट ബ്രദർ, ഒരു നിമിഷം എല്ലാവർക്കും ഒരു ഓം ശാന്തി ചൊല്ലിട്ട് പോലെ. ஓம் சாந்தி. சரீரத்துடன் போயிட்டு கல்யாணராமன், கல்யாணம்னு கூப்பிடுவாங்க. சென்னையிலேருந்து வரேன். தமிழ் எல்லாருக்கும் தெரியும். தெரியும் பிரதர், எல்லாருக்குமே தெரியும். ஓகே, நேரம் குறைவாக இருக்குது. ரொம்ப ஒரு சந்தோஷமாக இருக்குது. இந்த மாதிரி சேவையில் கலந்துக்கும் போது உங்களை மாதிரி நிறைய பிராமண ஆத்மாக்களை சந்திக்கிறோம். மேலும் அவர்களுடைய சிஸ்டருடைய பாலனை, அந்த கவனிப்பு எல்லாமே வந்து நமக்கு சேவையினுடைய கூட கூட இன்னும் ஒரு உற்சாகத்தை கொடுக்குது. மென்மேலும் நம்ம வந்து இன்னும் சேவை செய்யணும். சேவை என்பது ஒரு பாக்கியத்துக்காக தான் நம்ம செய்கிறோம். அதையும் தாண்டி குஷி, சந்தோஷம், இதெல்லாம் வந்து ஒரு இலவச இணைப்பாக அப்படியே கூடவே கிடைக்குது நிறைய. அதனால் இதெல்லாம் பார்க்கும்போது எப்போல்லாம் எனக்கு இந்த மாதிரி சேவை செய்வதற்கான வாய்ப்பு கிடைக்குதோ அதெல்லாம் நான் தவறாமல் பயன்படுத்தி இருக்கேன். மேலும் மேலும் பாபா இது போன்ற வாய்ப்புகளை நமக்கு வந்து கொடுப்பார் அப்படின்றத நான்
நம்புகிறேன், விரும்புகிறேன். மற்றபடி கொஞ்சம் அவசரமாக சேவைக்காக போக வேண்டியிருக்கு. ஓம் சாந்தி. மற்றபடி சொல்லுங்கள். தேங்க்யூ பிரதர். நீங்க ரொம்ப சேஃபா நம்ம பிரதர் சிஸ்டர்ஸ் எல்லாம் கூட்டிட்டு வந்துட்டு இருக்கீங்களே எவ்வளவு தூரம், அதுக்காக ரொம்ப ரொம்ப நன்றி. जैसे भाई ने भी कहा कि सुख ही है ब्राह्मण परिवार के साथ स्नेह और दुआओं की लेन देन करने में. ബ്രാഹ്മണ പരിവാരത്തോടൊപ്പം ഉള്ള നമ്മുടെ ഈ സുഖത്തിന്റെ സ്നേഹത്തിന്റെ പങ്കിടലാണ് ബ്രാഹ്മൺ ജീവിതത്തിലെ ഏറ്റവും വലുത്. एक एक ब्राह्मण बच्चे को देखते हैं तो बाबा की कमाल गायन करते हैं कि वाह बाबा वाह, आपने कहाँ कहाँ से अपने रत्नों को चुना है. ബാബയുടെ മക്കളെ കാണുമ്പോൾ ഇങ്ങനെ തോന്നും, ആഹാ ബാബ ആഹാ, എവിടെ നിന്നെല്ലാം ബാബ മക്കളെ തിരഞ്ഞെടുത്തിരിക്കണേ. हर एक के नैनों में बाबा का प्यार, बाबा के प्रति 100% निश्चय, बाबा से प्राप्तियों का सुख दिखाई दे रहा है. ബാബയുടെ മേലെയുള്ള നിങ്ങളുടെ സ്നേഹം, നിശ്ചയം എല്ലാം നിങ്ങളുടെ കണ്ണുകൾ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. नैनों की भाषा के लिए ट्रांसलेशन की जरूरत नहीं पड़ती. നിങ്ങളുടെ ദൃഷ്ടിയുടെ ഭാഷ മനസ്സിലാക്കാൻ എനിക്കൊരു ട്രാൻസ്ലേഷനും ആവശ്യമില്ല. वो कल पुराने वाले हैं, साथी हैं, बाबा के साथ सेवा में हम सब बेहद सेवा में जिम्मेवार हैं. നമ്മളെല്ലാം ബാബയുടെ കൂട്ടുകാരാണ്, ബാബയുടെ സേവനത്തിന്റെ ഉത്തരവാദികളാണ്. निमित्त बहनें और भाई जो दिखाई दे रहे हैं वो जा रहे हैं, लेकिन उनके पीछे आप सबका योग बल है, मनसा सेवा है, इसलिए सफलता होती. ഞങ്ങൾ സേവനത്തിന് പോകുന്നു സഹോദരിമാര്, പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെ യോഗബലം അതിന്റെ പിന്നിലുണ്ട്. मीना दीदी को भी बहुत थैंक्स. मुझे याद आ रहा है बहुत वर्ष पहले जब रोजी बहन भी थे, तभी हमने एक कार यात्रा की थी बिजनेस विंग के द्वारा बैंगलोर से त्रिवेंद्रम, तो तभी भी पालघाट में आए थे. കുറച്ച് നാളുകൾക്ക് മുമ്പ് ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി വിങ്ങിന്റെ സേവന സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. तो दीदी को भी याद कर रहे हैं, रोजी बहन को, उनकी जो विशेष पालना थी उसमें एक एक्यूरेट पूरा प्लान बनाना वो विशेषता थी. तो आज हम ईश्वरम भाई के द्वारा देख रहे हैं, बीना दीदी ने निमित्त बनाया उनको, तो एक्यूरेट सारा ही प्रोग्राम कराते. റോസി ബെഞ്ചിന്റെ ട്രെയിനിങ്ങിൽ എങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് എല്ലാവരും ചെയ്യുന്നു, അതിപ്പോഴും നമ്മൾ ഈ റാലിയിലും ഫീൽ ചെയ്യണം. ഈശ്വരൻഭായിയും അതേപോലെ കൃത്യതയോടെ എല്ലാം ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. मीना दीदी को बहुत थैंक्स, आप सबको भी और सारी बहनों को भी. बाबा ने जैसे हमेशा मुझे लगता था पहले कि ये क्यों सजावट होती है, लेकिन तब मुझे फिर स्मृति बाबा ने दिलाई कि नहीं, ये सजावट होती है क्योंकि हमें स्मृति दिलाती है कि इस समय भी संगम पर हम स्वराज्य अधिकारी और भविष्य भी हमें विश्व राज्य अधिकारी बनना है. तो स्मृति दिलाने के लिए निमित्त संगम पर ये खेल होता है. എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട് എന്തിനാ ഈ അലങ്കാരങ്ങളൊക്കെ തരുന്നത് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ പിന്നെ എനിക്ക് ബാബ തന്നെ എൻ്റെ ഉത്തരം തന്നു, ഇതെല്ലാം വേണം. കാരണം ഈ അലങ്കാരങ്ങളെല്ലാം നമുക്ക് നമ്മുടെ ഈ സമയത്തെ സ്വരാജ്യാധികാരത്തിനോടൊപ്പം ഭാവിയിലെ വിശ്വരാജ്യാധികാരത്തെ ഓർമ്മിപ്പിക്കാനാണ് ബാബ ഇതെല്ലാം തരുന്നത്. ഇതെല്ലാം സ്മൃതിയുടെ സ്വരൂപമാക്കും നമ്മളെ. बाबा को तो बहुत बहुत थैंक्स. बालघाट सेंटर निमित्त मीना बहन और आप सबको, सारी बहनों को बहुत बहुत थैंक्स. ओम शांति. എല്ലാവർക്കും വളരെ വളരെ നന്ദി. ദീപാദീദി നിങ്ങളെ കാണുമ്പോൾ തന്നെ മനസ്സിലാവണില്ലേ, തൻ്റെ മധുരതയിലൂടെ ബാബ പറയില്ലേ, തൻ്റെ മുഖത്തിലൂടെ പെരുമാറ്റത്തിലൂടെ സേവനം ചെയ്യണേ. എത്ര വലിയ ബാബയുടെ ഒരു ഹാൻഡാണെന്നറിയോ, അത്ര വലിയൊരു സേവാധാരിയാണ്. പക്ഷേ എത്ര സിമ്പിൾ, എത്ര വിനയം, എത്ര സ്നേഹത്തിൻ്റെ മൂർത്തി, മധുരതയുടെ മൂർത്തിയാണ്. പക്ഷേ ഈ യജ്ഞത്തിൽ സേവനത്തിൻ്റെ ഒരു മുഖ്യ സേവാധാരിയാണ്. പക്ഷെ കാണുമ്പോൾ നമുക്ക് എത്ര സിമ്പിളാണ്. നമ്മുടെ എല്ലാം ഭാഗ്യമാണ് നേരിട്ട് കേൾക്കാനും കാണാനും ദൃഷ്ടി സ്വീകരിക്കാനും കഴിഞ്ഞത്. ദീപാ ദീദിക്കോ ബഹോത് 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 താങ്ക്സ്. ഇനിയിപ്പോൾ നമ്മുടെ വിനിത ബഹനും ഉടനെ പുറപ്പെടണം. വിനിത पहले आपको जाना है ना अभी, रामकृष्ण भाई, दीपक भाई को जाना है. दीपक भाई जाएंगे अभी 10:30. विनीता बहन, हाँ हाँ ठीक है. വിനിത ബഹൻ്റെ പരിചയം ആവശ്യമില്ലല്ലോ. ഇവിടെ തൊട്ടടുത്ത്, ഇവിടുന്ന് 5 മിനിറ്റ് ദൂരേ ഉള്ളൂ. ഇവിടെ അടുത്താണ് അച്ഛനമ്മ, എപ്പോഴും വരാറുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ. ഒരു തവണ വിനിത ബഹൻ വന്നിട്ടുണ്ട്. വിനിത ബഹനും ബോംബെയിൽ
വളരെയധികം സേവനങ്ങളിൽ ബാബയുടെ ഒരു മുഖ്യ ഹാൻഡാണ്. ദേശവിദേശത്ത് ബാബയുടെ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ബോംബെയിൽ മീരാ ദീദിയോടൊപ്പം സേവനം ചെയ്യാണ്. നമ്മുടെ ദീപ ദീദി യോഗിനി ദീദിയുടെ കൂടെയാണ്. അപ്പോൾ ഇവിടുത്തെ എല്ലാം ബോംബെയിലെ, നമ്മളെപ്പോഴും ബാബ ഇടയ്ക്കിടയ്ക്ക് ബോംബെ ബോംബെ എന്ന് പറയും. ഇപ്പോൾ ബോംബെയിലെ മഹാരഥി ആത്മാക്കളെ കാണാനുള്ള സൗഭാഗ്യം കിട്ടിയില്ലേ? വിന്ദബേൻ മലയാളത്തിൽ പറയും. ഓം ശാന്തി. എന്നെ ഓർമ്മ ഉണ്ടായിരിക്കും. ഓക്കെ, എനിക്കിവിടെ ഗോൾഡൻ ചാൻസ് കിട്ടി വരാൻ. കുറേ പ്രാവശ്യം മീന സിസ്റ്റർ എന്നോട് എപ്പോഴും പറയും വരാൻ, സെൻറ്ററിൽ താമസിക്കാൻ. അപ്പോൾ കുട്ടിക്കാലമാകുമ്പോൾ എല്ലാ മാസം അല്ല എല്ലാ കൊല്ലവും നാട്ടിലേക്ക് വന്നിരുന്നു. പിന്നെ സെൻറ്ററിൽ താമസിക്കാൻ തുടങ്ങിയിട്ട് പിന്നെ അത് കുറച്ച് കുറവായി. പിന്നെ അവിടെ തന്നെ സേവയിലൊക്കെ ബിസി ആയിരുന്നു. 1-2 പ്രാവശ്യം പിന്നെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രാവശ്യം ഇവിടെ ക്ലാസ്സിലും വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇവിടെ താമസിക്കാൻ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് എനിക്ക് ചാൻസ് കിട്ടീന്. ആൻഡ് ഈ എപ്പോഴും ഞങ്ങളിപ്പോൾ വന്നത് ഫ്രം ട്രിവാൻഡ്രം, കോട്ടയം, കൊല്ലം ആ സ്ഥലമൊന്നും ഞാൻ വെറുതെ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എപ്പോഴും അങ്ങനെ ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സ്ഥലത്തേക്കൊക്കെ പോകാൻ. അപ്പോൾ ഈ സെക്യൂരിറ്റി സർവീസ് വിങ്ങിൻ്റെ നിമിത്ത് ദീപക് ഭായനോട് പറഞ്ഞു കേരളയിൽ പ്രോഗ്രാം ഉണ്ട് അപ്പോൾ വരാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ അറിയാം, പക്ഷേ എനിക്ക് ഭാഷണമൊന്നും ചെയ്യാൻ അറിയില്ല. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, സാരില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് ക്ലാസ് തന്നെ മലയാളത്തിൽ എടുക്കേണ്ടി വന്നു പുറത്ത് റെയിൽവേ പോലീസിൽ. അപ്പോൾ ഞാൻ ബാബാനെ ഓർമ്മ വെച്ചു, എന്താണ് പറയാൻ പറ്റുക അതൊക്കെ പറയാം. അപ്പോൾ എനിക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് ആയി. അപ്പോൾ ബാബ പറഞ്ഞു അസംഭവി സംഭവമാവാം. ബിക്കോസ് ഞാൻ ആലോചിച്ചിട്ടില്ല എനിക്ക് എപ്പോഴെങ്കിലും മലയാളത്തിൽ ഇങ്ങനെ സംസാരിക്കേണ്ടി വരും എന്ന്. അപ്പോൾ അതിന് നിമിത്തായി, റാലി നിമിത്തായി. എന്നിട്ട് ഈ റാലി കൊണ്ട് നിമിത്തായി നിങ്ങളെല്ലാവരെയും കാണാൻ, ബ്രാഹ്മൺ ഫാമിലിയിൽ നമ്മൾ കാണുമ്പോൾ എല്ലാവരുടെയും ബാബയുടെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു. ബാബ എത്ര സ്നേഹിച്ചിട്ടാണ് നമ്മളെ വളർത്തുന്നത്, നമുക്ക് എത്ര പാലന കിട്ടുന്നത്. ആ നല്ല വൈബ്രേഷൻസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിയുന്നു നമ്മൾ ബാബയുടെ വീട്ടിലേക്ക് വരുമ്പോൾ. ആൻഡ് ഇതേമാതിരി നമുക്ക് ഈ സമയം മാക്സിമം ബെസ്റ്റ് യൂസ് ആക്കണം. ഈ സമയം ബാബ പറയുന്നു, ഇപ്പോൾ സേവാൻ്റെ ടൈപ്പും ചേഞ്ച് ആയിരുന്നു. മുമ്പേ ബാബ പറയും തൻ മൻ ധൻ സേ. പിന്നെ ഇപ്പോൾ ബാബ നമ്മളോട് പിന്നെ മനസ്സാ വാച കർമ്മണ. ഇപ്പോൾ ബാബ പറയും സങ്കൽപ്പ്, ശ്വാസ്, സമയം. ഇത് മൂന്നും നമുക്ക് സങ്കല്പവും ശ്വാസവും സമയവും നമുക്ക് എത്ര പറ്റും അത്ര അതിനെ നമ്മൾ സഫലാക്കിയിട്ട് നമ്മുടെ എല്ലാ മൂമെൻറ്റ്സും അതിനെ സഫൽ ചെയ്തിട്ട് നമുക്ക് ജീവിതത്തിൽ നമുക്ക് സഫലത പ്രാപ്തി ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ബ്രാഹ്മണ ജീവിതം കിട്ടിയത്. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് നിങ്ങളെല്ലാവരെയും കാണാൻ, പിന്നെയും എല്ലാവരെയും മീറ്റ് ചെയ്യാം. പാലക്കാട് ഫാമിലി, ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാവരോടും പറഞ്ഞിട്ട് ഞാൻ പാലക്കാട് നിന്നാണ്, ഞാൻ ഇവിടുന്നാണ് വന്നിട്ടുണ്ടെന്ന്. അപ്പം എൻ്റെ നാട് ഇവിടെയാണ്, ഞാൻ എപ്പോഴും വന്നിരുന്നു. അപ്പോൾ നാട്ടിലേക്ക് വരാൻ, വീട്ടിലേക്ക് വരാൻ വളരെ സന്തോഷം. ഓക്കെ, ആ ലൗകിക് വീടുണ്ട്, പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു ഇത് എൻ്റെ അലൗകിക് വീടാണ്. ഓം ശാന്തി. താങ്ക് യു. താങ്ക് യു വിന്ദബേൻ. ഇന്ന് വിന്ദ സിസ്റ്റർ 2 ക്ലാസ് മലയാളത്തിലാണ് എടുക്കാൻ പോണേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ശിവസങ്കല്പം, എല്ലാവരുടെയും ദുആയും ശിവസങ്കല്പം. ശരിക്കും ചെർപ്പളശ്ശേരിയാണ് തറവാട്. ബാക്കി ഇപ്പോൾ ഇവിടെ അടുത്ത് വീടെടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അച്ഛനമ്മ വർഷത്തിൽ വരാറുണ്ട് മിക്കവാറും. കൊറോണ സമയത്തൊഴികെ മിക്കവാറും വർഷത്തിൽ ഒരു തവണയെങ്കിലും വരും. അമ്മ എപ്പോഴും പറയും പാലക്കാട് സെന്റർ കുറെ ആക്റ്റീവ് സെന്ററാണ്, കുറെ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്, കുറെ ഭട്ടികൾ. എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാലും ഫോൺ ചെയ്യുമ്പോൾ പറയും ഞാൻ ഈ ഭട്ടിയിലാണ്, ഞാൻ ഈ പ്രോഗ്രാമിലാണ്. അപ്പോൾ എപ്പോഴും കുറെ പ്രേസ് ചെയ്യും എല്ലാവരും, ടീച്ചേഴ്സിനെയും ഇവിടുത്തെ എല്ലാ സ്റ്റുഡൻസിനെയും. അപ്പൊ നിങ്ങൾക്ക് സ്പെഷ്യൽ കോൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു വിന്ദബേൻ, താങ്ക് യു സോ മച്ച്. ബ്രദറും ഇറങ്ങാണ് സിസ്റ്ററെ കൂട്ടിയിട്ട് പോവാൻ. ஓம் சாந்தி. என்னுடைய பெயர் காளிதாஸ். திருநெல்வேலியிலேருந்து வந்துட்டு இந்த ரேலியில். இந்த பிராமண வாழ்க்கை என்றாலே വളരെ സന്തോഷമാണ്. എങ്ങനെയെങ്കിൽ
എങ്ങനെ സന്തോഷമെങ്കിൽ സേവയാണ് സന്തോഷം അല്ലേ? നമുക്ക് വളരെ സന്തോഷം വേണമെങ്കിൽ சேவை செய்தாலே சந்தோஷம் கிட்டும். பாபா எதிர்காலத்தில் நம்ம ராஜா ஆகிறோமோ இல்லையோ, இந்த சங்கமுக வாழ்க்கையில நம்ம என்ன ஆயிட்டோம்? பாபா இன்றைக்கு ராஜாவா ஆகிட்டார். ராஜாவா ஆகிட்டார் தானே? நாங்கள் ராஜா ஆகிட்டோம், நீங்கள் ராஜா ஆகிட்டீங்க. ஓகேவா? நாங்கள் சேவை கிளம்புனால ஓகே. ஓம் சாந்தி. இங்க இருக்கக்கூடிய ஒரு முக்கியமான விஷயம் என்னன்னா, சேவை செய்யும் போது நமக்கு கிடைக்கக்கூடிய டீம் வந்து நல்ல டீமா இருக்கணும். அப்பதான் போகக்கூடிய எல்லா இடத்துலையும் சந்தோஷம் கிடைக்கும். எங்களுக்கு கிடைக்கப்பட்ட டீம் என்பது வளர சந்தோஷமான டீமா. ஏன்னா எல்லாரோடையும் அட்ஜஸ்ட் பண்ணக்கூடிய ஒரு இருக்குது, எல்லார்ட்டும் அந்த குணம் இருக்குது இல்லையா? அதனால வந்து பார்த்தீங்கன்னா எங்கள் டீம்ல லீடர் ஈஸ்வரன் பாய், தீபக் பாய், ராமகிருஷ்ணன் பாய், பின்ன கிரீஷ் பாய், அப்புறம் சிஸ்டர்ஸ் எல்லாமே நல்ல ஒரு சேவையினுடைய ஒத்துழைப்பு கொடுத்து ரொம்ப சந்தோஷமா நடத்திக்கிட்டு இருக்குது. ஓகேவா? ஓம் சாந்தி. ഓം ശാന്തി. ഓം ശാന്തി. ഓം ശാന്തി. ഇതാണ് ദീപക് ഭായ്. ദീപക് ഭായ് ആണ് ഈ പ്രോഗ്രാമിൽ സൈലൻ്റ് ആയിട്ടിരിക്കണ കണ്ടില്ലേ? നിശബ്ദതയുടെ ശക്തിയിൽ ഇത്രയധികം സേവയാണ് മുഴുവൻ ഭാരതത്തിലെ പട്ടാളക്കാർക്കും പോലീസുകാർക്കും എല്ലാം വേണ്ടി നടത്തിക്കൊണ്ടിരിക്കണം. ഈ കൊറോണ സമയത്ത് പോലും ഫുൾ പോലീസുകാരുടെ ഫുൾ ഭാരതത്തിൽ ഇത്രയധികം ഓൺലൈൻ ക്ലാസ്സസ് സംഘടിപ്പിച്ചിരുന്നു. നമുക്ക് കേരളത്തിലും ബ്രദർ അറേഞ്ച് ചെയ്തു. മധുബനിലിരുന്നുകൊണ്ട് കേരളത്തിലെ പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് നമുക്ക് സേവാക്കാം. അങ്ങനെ യോഗ ബലം കൊണ്ട് വളരെയധികം സേവ നടക്കുകയാണ് ബാബയുടെ. ओम शांति. एक्चुअली ये हमारा सेकंड टाइम मधुबन से यहाँ पर केरला बालाघाट में आना हुआ है. 2013 में अशोक भाई जब बीमार थे तब भी हम भाई साहब के साथ आई थिंक 1 हफ्ते के लिए आए थे. सभी को हिंदी समझ में आ रहा है या दीदी? ഹിന്ദി മനസ്സിലാവുന്നുണ്ടോ? ട്രാൻസ്ലേഷൻ വേണോ ചോദിക്കുക? कि मैं थोड़ा धीरे धीरे ही बोल रहा हूँ इसलिए आ रहा होगा. ഞാൻ 2013 ഇവിടെ വന്നിട്ടുണ്ട്. അശോക് ഭായിക്ക് സുഖമില്ലാത്ത സമയത്ത് ഒരു ട്രീറ്റ്മെന്റിന്. ഇപ്പോൾ 2ാമത്തെ തവണയാണ് കേരളത്തിൽ പാലക്കാട് വരുന്നത്. आदरणीय जगदीश भाई को सभी जानते होंगे, जिन्होंने हमारा सारा मोस्टली लिटरेचर साहित्य लिखा है हिंदी में और इंग्लिश में. तो भाई साहब ने एक बात मेरे को याद आती है, उन्होंने कहा था कि जो हमारी व्यवस्था होती है मैनेजमेंट, उससे हमारी अवस्था का पता चलता है ना? जो व्यवस्था से अवस्था का पता चलता है. तो हमारे इस सेंटर का हम जो व्यवस्था देख रहे हैं उससे हमारी दीदी का, जी के भाई का और आप सभी का अवस्था कैसी है उसका पता चलता है. इतनी अच्छी सारा मैनेजमेंट है, इतना सुंदर डेकोरेशन है. ये सभी जो दीदी की और आप सभी की जो तपस्या है, योग की शक्ति है, उससे है. और ब्राह्मणों के लिए जितना जितना हम अपनी अवस्था को बनाते जाते हैं, ऑटोमेटिक सब काम सरल सहज होते जाते हैं. तो सारा फोकस हमें अपनी स्टेज को बनाने में देना होता है. जैसे दादी जानकी बोलते थे ना, 90% आई थिंक बोलते थे मैं अपने ऊपर ध्यान देती हूँ, 10% मैं सेवा पर ध्यान देती हूँ. तो हमें सारा जो ध्यान है वो अपने ऊपर देना है, सेल्फ के ऊपर. हम लोग गलती में कभी दूसरों को देखने लग जाते हैं, वहीं गलती होती है. अभी हमें अपने आप को देखना है. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ അവസ്ഥയ്ക്കനുസരിച്ച് ആയിരിക്കും എല്ലാ വ്യവസ്ഥകളും. അപ്പോൾ ഇവിടുത്തെ എല്ലാ വ്യവസ്ഥ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും എത്ര നല്ല അവസ്ഥയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ജഗദീഷ് ഭായ് ഒരിക്കലും ഇത് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതുകൊണ്ട് നമ്മൾ ജാനകി ദാദിയും പറഞ്ഞിരുന്നു, 90% ഞാൻ എൻ്റെ മേലെയാണ് ശ്രദ്ധ വയ്ക്കുന്നത്, 10% ഞാൻ സേവ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും നമ്മുടെ മേലെ ഇരിക്കണം.
हम सबका भाग्य है कि बाबा जैसे बोलते हैं ना, सबका मालिक एक है, बाप एक है। ये कैसे प्रत्यक्ष होगा? हम सब बाबा के बच्चे जब मिल कर के बाप को प्रत्यक्ष करेंगे। केवल नारा लगाने से या हम जो सेवा कर रहे हैं उतने से नहीं होगा। बाबा ने एक मुरली में बोला था, एक थी एकता और एक थी पवित्रता। जो बाबा ने धर्म नेताओं के सामने बाबा कैसे प्रत्यक्ष होगा? हम सबकी प्योरिटी के आधार पे पवित्रता कितनी है। और जो प्रशासक वर्ग है, राजनीतिक लोग हैं, उनमें हमारा ब्रह्मा कुमारी बाबा कैसे प्रत्यक्ष होगा? हमारी एकता से, हमारी यूनिटी से। हम ब्राह्मण कितने एक मत होकर आपस में मिलके चलते हैं। तो अभी आवश्यकता है हम सब आपस में एक दूसरे के गुण, क्वालिटीज को देखें। हम सब में जो कमियां हैं उस पर हम फोकस ना करें। कमी हमें अपनी निकालनी है और दूसरों को गुणों को देखना है। उससे क्या होगा? बाबा ने कई बार बोला है, जब हम है ना औरों की गलती को जल्दी देख लेते हैं और अपनी गलतियों को नहीं देख पाते। हमारी बाहर की आंख बहुत अच्छी है और जो भीतरी आंख है ना, वो कमजोर है। വജ്ജി പറയണത് നമ്മൾ ബാബയുടെ പ്രത്യക്ഷത എങ്ങനെ ഉണ്ടാവുക? ബാബ പ്രത്യക്ഷപ്പെടുന്നത് നമ്മൾ മക്കളിലൂടെയാണ്, നമ്മുടെ ഏകതയും പവിത്രതയും. അപ്പം അതുകൊണ്ട് ധർമ്മ നേതാക്കന്മാരുടെ കണ്ണ് തുറക്കുന്നത് നമ്മളിലെ പവിത്രത കാണുമ്പോഴാണ്. ബാക്കി രാഷ്ട്ര നേതാക്കന്മാർ നമ്മുടെ അംഗീകരിക്കുന്നത് എപ്പോഴാണ്? നമ്മളിലെ ഏകത കാണുമ്പോഴാണ്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ കുറവല്ല നോക്കേണ്ടത്, നമ്മുടെ കുറവുകളെ നോക്കുക, കുറവുകളെ മാറ്റുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. മറ്റുള്ളവരുടെ കുറവുകളെ നോക്കരുത്, ഗുണങ്ങളെ കാണുക. जैसे बाबा ने आज की मुरली में बोला था ना, सफल तपस्वी की डेफिनेशंस बहुत अच्छी बताई। और मेरे को लक है आज मुरली सुनने को भी मिला और मलयालम में भी सुनने को मिली। भले ही तो उसमें काफ़ी टाइम भाई हिंदी के बाद दीदी मलयालम का ट्रांसलेट कर रहे थे ना, तो हमको भी ना सोचने का, ना अनुभव करने का भी समय मिल रहा था। तो ये भी एक मेरे को अच्छा लगा। थोड़ा सुने फिर उसके बाद उस पर मनन करें, थोड़ा सुने फिर मनन करें। तो मेरे को लगा दीदी का बड़ा अभ्यास है और इससे एक्सप्लेन करने का। तो हम बाबा की मुरली को थोड़ा एक बार सुन लें, फिर एक बार पढ़ें और फिर उस पर चिंतन करें। तो मैंने देखा बहुत अच्छा अनुभव जो मेरे को आज हुआ, कि बहुत अच्छी अनुभूति जैसे हो रही थी। അവിടെ ഇന്ന് തപസ്യയുടെ സുന്ദര പരിഭാഷ മുരളിയിൽ നമ്മൾ കേട്ടു. എനിക്കും ഇന്ന് ക്ലാസ്സിലിരുന്ന് കേട്ടപ്പോൾ ഹിന്ദി കഴിഞ്ഞ് മലയാളം ട്രാൻസ്ലേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ ഹിന്ദിയിൽ കേട്ട മുരളിയുടെ അനുഭൂതി ചെയ്യുകയായിരുന്നു. അപ്പോൾ നമ്മൾ മുരളി കേട്ടു അല്ലെങ്കിൽ വായിച്ചു, അത് കഴിഞ്ഞ് ഉടനെ അതിൻ്റെ മനന ചിന്തനം അനുഭൂതിയും കൂടെ ചെയ്യുമ്പോൾ അത് വളരെ നല്ല ഒരു രസമായിട്ട് എനിക്കിന്ന് അനുഭവപ്പെട്ടു. അങ്ങനെ ചെയ്യണം നമ്മൾ. और बाबा ने कई बार बोला है, जैसे हमारा मुख्य सब्जेक्ट याद का है, तो मैं आज अमृत वेली का थोड़ा सा अनुभव बताता हूँ। हम लोग बाबा ने कई बार बोला है संबंध से याद करो। तो मैं ट्रेन में आ रहा था, तो अहमदाबाद से ट्रेन पकड़ी थी, तो केरल के ही भाई थे, कोटायम के भाई थे। तो मैंने केरल में एक विशेषता पिछली बार भी देखी और अभी भी देखी। चाहे वो ज्ञान में नहीं है, ब्राह्मण नहीं है, लेकिन मैंने देखा जब कोई से हम बात करते हैं, वो मिलते हैं, देखते भी हैं, वो भी मुस्कुराता है, ऐसा देखा। तो वो भाई भी कोई ज्ञान में तो मतलब पहली बार मिला। बाई फेथ भी लौकिक में वो क्रिश्चियन थे, उनके जो पिताजी थे वो चर्च में फादर थे, लेकिन उसने भी मुस्कुराया। और उसके बाद उनका एक छोटा सा बच्चा था, बहुत छोटू होगा, और मैंने देखा इतना टाइम हमारा अहमदाबाद में 3:30 बजे हम 7 तारीख को चढ़ा और मैं यहाँ पर अलुवा कोची के पास सुबह 9 तारीख को 2:30 बजे पहुंचा, मैंने 2:30 पर। तो मैंने जितना ऑब्जर्व किया, उनका पूरा फोकस उनके पिताजी का, उनकी मदर का और उनके जो पिताजी के पिताजी थे उनके, सबका बस एक बच्चे पे फोकस था पूरा टाइम। तो मेरे को लग रहा था भाई जैसे एक बच्चे के ऊपर सबको याद है, नेचुरल याद है उनकी। तो भगवान को अगर हम अपना बच्चा बनाए तो कितनी सहज याद हो सकती है। माताओं के लिए आई थिंक सहज होता है कि बाबा को बच्चा बनाना, लेकिन हम भाई लोगों के लिए थोड़ा कभी मुश्किल होता है। तो मैंने सोचा आज बाबा को बच्चा ही बनाना चाहिए, तो सहज याद रहेगी। बच्चा बनाना माना, मेरे को लगता है कि बाबा ने बोला बारिश बनाना, माना जो भी कुछ है हमारा वो किसका है? बाबा का है।
जैसे बोला ना, तपस्या माना मेरा कुछ भी नहीं, एवरीथिंग सरेंडर। केवल जो समर्पित भाई बहन है उनकी बात नहीं है, हमारे जो भी बाबा के बच्चे हैं वो सभी क्या मन से समर्पित हैं। जो भी कुछ है वो बाबा का है, हम उसको ट्रस्टी बन के संभाल रहे हैं। तो जब हम बाबा को अपना वारिस बनाएंगे, बच्चा बनाएंगे, तो फिर क्या होगा, 21 जन्म बाबा हमको अपना वारिस बनाएगा। तो जैसे हम बच्चे का ख्याल रखते हैं, तो यहाँ पर हम बाबा की सेवा का ख्याल रखें ना। बाबा ने क्या कहा, बाबा की सेवा बिल्कुल एक्यूरेसी से आप लोग करते भी हैं, और हम सब और मिल करके उसी तरह उसको ख्याल रखें जैसे बच्चे का ख्याल रखते हैं, है ना। कहीं वो गिर ना जाए, जो छोटा होता है कितना। लेकिन हमारा बाबा तो ऐसा बच्चा है, वो हमारा ख्याल रखता है, गिरने की तो सवाल ही पैदा नहीं होता है। और उसमें छोटे बच्चे में चंचलता होती है, लेकिन बाबा कैसा है, वो तो हमारी चंचलता को भी समाप्त करने वाला है। तो बाबा की अनेक अनेक विशेषताएं हैं, वो हम अपने में लाएं। आई थिंक टाइम हो रहा है, तो आप सभी को बहुत बहुत थैंक्स, विशेष हमारी मीना दीदी को, जीके भाई और सभी को। और विशेष ऑनलाइन की जो दीदी ने बात तो याद दिलाई मेरे को, तो मेरे को आया हमने सबसे पहले 2 साल में बहुत सारे ऑनलाइन प्रोग्राम हुए। स्टार्टिंग केरल से की थी, स्टेट पुलिस की पहली सेवा केरल से हुई थी, जिसमें मीना दीदी और स्वामीनाथन भाई ने सेशन लिया था। आई थिंक 6 दिन का था। हाँ जी, 6 दिन का था। और आई थिंक यहाँ के केरल के सभी पुलिस से, हर थाने से कुछ कुछ लोग जुड़े थे जी। और काफ़ी सेवा हुई। उसके बाद तो फिर मध्य प्रदेश पुलिस का स्टार्ट, राजस्थान पुलिस, तेलंगाना का भी हुआ, और बहुत सारे स्टेट पुलिस का हो चुका है। और फिर CISF है, BSF का, इंडियन नेवी का, ऐसे ऑनलाइन हुए। और फिर ये कैंपेन की सेवा का संकल्प आया, फिर ये स्टार्ट हो रहा है। तो आप सबको बहुत बहुत थैंक्स। आप सभी बाबा के बच्चे बाबा का नाम रोशन कर रहे हैं और करते रहेंगे। इन्हीं शुभ आशाओं के साथ ओम शांति। നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതായത് ബാബയെ കുട്ടിയാക്കാൻ പറയണം. ബ്രദർ ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് വരുന്ന സമയത്ത്, മധുബനിൽ വരുമ്പോൾ 2 ദിവസത്തെ ട്രെയിൻ യാത്രയിൽ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അച്ഛനും അമ്മയും മുത്തശ്ശനും എല്ലാവരുടെ കൂടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. അവരുടെ മുഴുവൻ ശ്രദ്ധ 2 ദിവസവും ഞാൻ നോക്കുകയായിരുന്നു. ആ കുട്ടിയുടെ മേലെയാണ് എല്ലാവരും. അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, ഇതുപോലെ ഇങ്ങനെ ബാബയെ നമ്മൾ കുട്ടിയാക്കി കഴിഞ്ഞാൽ മുഴുവൻ ശ്രദ്ധയും നമുക്ക് ബാബയുടെ മേലെ വയ്ക്കാൻ പറ്റും. ബാബയെ നമ്മുടെ കുട്ടിയാക്കി മാറ്റുക, ബാബയുടെ കാര്യം, ബാബ എന്ത് സേവനം നമ്മളോട് പറയണോ അത് നമ്മൾ ചെയ്യുക. അതാണ് ബാബയെ കുട്ടിയാക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം. പിന്നെ ബ്രദർ പറഞ്ഞ മറ്റേ ഓൺലൈൻ സേവ ഇവിടെ നടന്ന സമയത്ത്, ഈ കൊറോണ സമയത്ത് കേരളത്തിലാണ് ഫസ്റ്റ് കിട്ടിയത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതിനുശേഷം കുറേ സ്റ്റേറ്റുകളിൽ കിട്ടി. അപ്പം അതും ഒരു നല്ല ശുഭമായ തുടക്കമായിരുന്നു പറയണത്. പിന്നെ കേരളക്കാരുടെ ഒരു ബ്രദർ ഒരു വിശേഷത ഒബ്സർവ് ചെയ്തത്, ഇവിടെയുള്ളവർ ജ്ഞാനത്തിലില്ലാത്തവരാണെങ്കിൽ പോലും വണ്ടിയിൽ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആളെക്കുറിച്ച് പറയായിരുന്നു, ആരെ കണ്ടാലും ചിരിക്കും. പരിചയമുണ്ടോ പരിചയമില്ലയോ, ബിക്കാണോ നോൺ ബിക്കാണോ, പക്ഷേ എല്ലാവരും ചിരിക്കുക. അതെനിക്ക് ഭയങ്കര സന്തോഷമായി, പരിചയമില്ലെങ്കിൽ പോലും. പിന്നെ ബാക്കി സമയമായതുകൊണ്ട് ബ്രദർ നിർത്തിയതാണ്. ഞാൻ ശേഷം ഇപ്പോൾ ഈശ്വരൻ ഭായി നമുക്ക് ക്ലാസ് ആയിട്ട് എടുക്കും. അപ്പം നിങ്ങൾ ഭോഗ് കഴിച്ചതിന് ശേഷം ക്ലാസ്, ബ്രദർ സിസ്റ്റർ പറഞ്ഞു ബ്രദറോട് പോകണ്ട, ബ്രദർ ഇരിക്കൂ, കാരണം ബ്രദറുടെ കയ്യിൽ നിറയെ നല്ല ഖജനാവുണ്ട്, എല്ലാവരും പോവല്ലേ പുറത്തേക്ക്. അപ്പോൾ ആദ്യം നമുക്ക് രാമകൃഷ്ണൻ ഭായി അശോക് നഗറിലെ നമ്മുടെ സിറ്റി സെൻറ്ററിൽ നിന്നാണ്, ചെന്നൈയിലെ ദേവി സിസ്റ്ററുടെ സെൻറ്ററിൽ നിന്നാണ്. എൻജിനീയറാണ് ബേസിക്കലി. ഇപ്പോൾ സ്കൂൾ, കോളേജ്, ഇങ്ങനെയുള്ള ബാക്കി പുറത്ത് എല്ലാ ടോപ്പിക്കിലും ബ്രദർ ക്ലാസ്സസ് എടുക്കും, ജനറൽ ടോപ്പിക്സിൽ. അതുകൊണ്ട് ഇംഗ്ലീഷ്, തമിഴ് അസലായിട്ട് അറിയാം. അതുകൊണ്ട് ധാരാളം സേവനം ചെയ്യാറുണ്ട് ബ്രദർ. എല്ലാ വിങ്ങിലും ഇതുപോലെ ബ്രദർ സേവനം ചെയ്തിട്ടുണ്ട്. സയൻറ്റിസ്റ്റ് ആൻഡ് എൻജിനീയേഴ്സ് വിങ്ങിൻ്റെ സേവന സമയത്തും ബ്രദർ വന്നിരുന്നു. ബ്രദർ യൂത്ത് റാലിയിൽ ബസ് സേവയിൽ വന്നു. അപ്പോൾ എല്ലാ വിങ്ങിൻ്റെയും സേവാധാരിയാണ്, ഓൾറൗണ്ടറാണ്. അപ്പം നമുക്ക് ബ്രദർ തമിഴിൽ പറയും, മതിയില്ലോ അല്ലേ എല്ലാവർക്കും? ஓம் சாந்தி. ஸோ சிஸ்டர் சொன்னாங்க தமிழ்லேயே பேசலான்னு. ஸோ தமிழ் நிறைய பேர் பாலக்காடுக்கு எல்லாருக்குமே தமிழ் தெரியுது. ஸோ அதான் ஸோ அப்போ நம்ம தமிழ்லேயே பேசலாம் இல்லையா? ஓகே. ஸோ சிஸ்டர் சொன்ன மாதிரி பாலக்காடுக்கு நமக்கு ரொம்ப கனெக்ஷன், மெயினாக கேரளாவுக்கும் நமக்கு ரொம்ப கனெக்ஷன். ஏன்னா எல்லா ரேலி
கேரளாக்கு எந்த ரேலி இருந்தாலும் மேக்ஸிமம் ஈஸ்வரன் பாய் ஈஸ்வரன் பாய் கூட நம்ம 2 பேருமே எவ்ரி டைம் கேரளா பிராமண ஆத்மாக்களோட நம்முடைய சத்தியகத்தில் ஜாஸ்தி இருந்திருப்போம்னு நினைக்கிறேன். ஸோ எவ்ரி டைம் ரேலி வரும் பொழுது எல்லா கேரளா சென்டர்ஸ்க்கு நல்ல கனெக்ஷனில் வரும். பால்காடில் யூத் ரேலி, பஸ் ரேலி வந்துச்சு, அப்போது நம்ம வந்திருந்தோம். அப்புறம் டிசாஸ்டர் மேனேஜ்மெண்ட் இன்ஜினியரிங் ரேலி அதில் வந்திருந்தோம். இது செக்யூரிட்டி சர்வீஸ் விங் 3rd ரேலி பாலக்காடில். ஐ திங்க் 3rd or 4th டைம் நம்ம இங்கே பால்காட்டில் வரோம். அண்டு ஆஸ் யூஷுவல் பால்காடு எப்போதுமே நம்பர் 1 சூப்பராக எல்லா சர்வீசஸ் அரேஞ்ச்மெண்ட்ஸ் பிரதர் சொன்ன மாதிரி ஜெசி அவஸ்தா வெசி வியவஸ்தா எல்லாம் அவ்வளோ அழகாக சிஸ்டருடைய பாலனை, சிஸ்டருடைய ஸ்னேகம், சிஸ்டருடைய அரேஞ்ச்மெண்ட்ஸ் பார்க்கும்போது நமக்கு ஃபீல் ஆகுது சிஸ்டர் ஒவ்வொரு விஷயம் எவ்வளோ கேர் கொடுத்து எவ்வளோ அன்போட எவ்வளோ ஸ்னேகத்தோட ஒவ்வொரு ஆத்மாவுக்கும் இங்கே ஈவன் அரேஞ்ச்மெண்ட்ஸ் கூட இந்த சம்மான் பண்ணது எல்லாமே சிஸ்டருடைய ஸ்னேகம், அவங்களுடைய ஸ்திதி எல்லாருக்குமே சம்மான் ஜாஸ்தி கொடுக்குறாங்க. அப்படின்னா அப்போ சிஸ்டர் எங்களுடைய பரிவாரத்தினுடைய மிக உயர்ந்த ஸ்திதியை நம்ம அனுபவம் பண்ணுறோம். எப்போதுமே போல் இன்றைக்கும் ரொம்ப ரொம்ப சந்தோஷமாக இருக்குது. உங்களை எல்லாருமே பரிவாரத்தை மீட் பண்ண ரொம்ப சந்தோஷமாக இருக்குது. பிராமண பரிவாரம் இன்றைக்கி பாபா சொன்ன சச்சா வைஷ்ணவ், உண்மையான வைஷ்ணவ். அவர் சொன்னார் விஜயி தபஸ்வி. அப்போ நம்ம எல்லாருமே விஜயி சஃபல் தபஸ்வி, கூடவே உண்மையான சச்சா வைஷ்ணவ். அப்போ இங்கே பார்த்தோம்னா நம்ம எல்லாருக்குமே இன்னைக்கு எல்லாமே என்ன ஃபீல் ஆகுது, இந்த ஹாலில் எல்லாருமே ரொம்ப ரொம்ப ஸ்னேகத்தோடு பேசுகிறாங்க, எல்லாருமே ரொம்ப ரொம்ப குஷியோடு இருக்கிறாங்க. அப்போ நம்முடைய புருஷார்த்தமே என்னன்னா சதா குஷ் சதா ஸ்னேக் பரி ஜீவன். எப்போதுமே நம்முடைய புருஷார்த்தம் அமிர்த வேளா எந்திரிக்கணும், முரளி படிக்கணும், அதெல்லாம் நம்முடைய ப்ராசஸ். பட் ரிசல்ட் என்ன? நல்ல ஞானம் கேட்கறது, நல்ல யோகா பண்ணுறது, எஸ் இது 2 தான் ஃபர்ஸ்ட் இம்பார்ட்டன்ட். பட் இது 2ம் ப்ராசஸ். அதோட ரிசல்ட் எப்போதுமே சாந்தியாக இருக்கணும், எப்போதுமே எல்லாருடையும் ஸ்னேகத்தோடு இருக்கணும், எப்போதுமே குஷியாக இருக்கணும். அப்போ சத்தியத்தில் நம்ம எப்படி இருப்போம்? தேவதைகள் நம்ம எப்படி இருப்போம்? சத்தியத்தினுடைய ஜீவனம் இப்போ சங்கமயுகத்தில் ரிகர்சல், இது நம்முடைய ட்ரையல். அப்போ சத்தியத்தில் நம்ம கத்தி பேசுவோமா, கோவப்படுவோமா? சத்தியத்தில் நாம் யாரையாவது பார்த்து நமக்கு மனசு துக்கம் வருமா? எதுவுமே கிடையாது. அப்போ இப்போ நாம் சத்தியத்தில் ஒவ்வொரு நிமிஷம் நம்முடைய புருஷார்த்தம் என்ன, ஒவ்வொரு நிமிஷம் சத்தியத்தில் எப்படி இருக்கும்? அப்போ இப்போ கிரீடமெல்லாம் கூட போட்டிருக்காங்க, எதுக்காக? நம்ம சத்தியத்தை நினச்சி பார்க்குறோம். அங்கே எல்லாம் நம்ம ராஜாவாக உட்காந்துருக்குறோம். அப்போ இங்கே எல்லாமே நம்ம இங்கே நடக்கிறது எல்லாமே சொர்க்கம் சத்தியம் அதனுடைய ப்ராக்டிஸ் நடந்துட்டுருக்கு. ஸோ இங்கே ப்ராக்டிஸ் பக்கா ஆயிடுச்சுன்னா நம்ம சத்தியத்துக்கு சீக்கிரமாக போயிடலாம். என்ன மாதிரி சிச்சுவேஷன், எப்படி இப்போ இதுக்கப்புறம் கொரோனா வந்துச்சு, இதுக்கப்புறம் என்ன வரப்போகுது நிறைய சொல்லலாம். 2026க்கு அப்புறம் விநாசம் ஸ்டார்ட் ஆகிடும், வார் ஸ்டார்ட் ஆகிடும், அட்டாமிக் வார், என்ன வேணா ஆகட்டும். நம்முடைய விஷயம் சாந்த், ஸ்னேகமை, குஷ். இந்த 3 உயிரே போனாலும் விடக்கூடாது. எதை விடக்கூடாது? குஷியை விடக்கூடாது. என்ன வேணா ஆகட்டும். இதுக்கு இடையில நம்ம சத்தியகத்தில் சொர்க்கத்தில் போய் ஜனிக்கிற வரைக்கும் இன்பிட்வீன் இந்த கேப்ல சைடு சீன் என்ன வேணா வரலாம். பட் என்ன வந்தாலும் நாம பீஸ்ஃபுல், லவ்ஃபுல், ஹாப்பி. என்ன மாதிரி சிச்சுவேஷன், என்ன மாதிரி மனுஷன் நம்ம முன்னாடி டெஸ்ட் பேப்பர் வந்தாலுமே நம்முடைய புருஷார்த்தம் இதுதான். நம்முடைய புருஷார்த்தம் என்ன? நான் சார்ட் வைக்கிறேன், டெய்லி யோகா பண்ணுறேன், டெய்லி முரளி 3 times படிக்கிறேன், இதெல்லாம் நம்முடைய புருஷார்த்தம். பட் ரிசல்ட் என்னது? சிச்சுவேஷன் எப்படி இருந்தாலும், ஒரு பிகேவோ நான் பிகேவோ சிச்சுவேஷன், வீட்லையா, லௌகிக் வீட்லையா, பரிவாரத்திலையா, எங்க எப்படியா இருந்தாலும் என்னுடைய ஸ்திதி சாந்தி. என்னுடைய ஸ்திதி அவங்க முன்னாடி இருக்கிற ஆத்மா எப்படியாக இருந்தாலும் நான் அந்த ஆத்மாவை என்னுடைய திருஷ்டியில அன்பு, ஸ்னேகம், திருஷ்டியில என்ன மாதிரி ஆத்மா விகாரியா இருந்தா கூட ஓகே, பட் என்னுடைய திருஷ்டியில ஸ்னேகம் மட்டும்தான் இருக்கணும். ஏன்னா பாபா நமக்கு அதை மட்டும்தான் சொல்லி, அதுக்காகத்தான் நம்முடைய ப்ராக்டிஸ் ட்ரைனிங்.
முரளியில் எல்லாத்துலேயுமே ட்ரைனிங். இப்போ தீதி மூலமாக நமக்கு சிஸ்டர் மூலமாக பாலனை கிடைக்குது. எப்படி நம்ம ஸ்நேகம் கொடுக்கணும், பாலனை எப்படி பண்ணணும். ஸோ எப்போதுமே ஸ்நேகம் நிறைஞ்சு இருப்போம், எப்போதுமே அமைதி நிறைஞ்சிருப்போம், எப்போதும் குஷி. எப்படிப்பட்ட பரிஸ்திதி, விபரீத் பரிஸ்திதியாக இருந்தாலும் கூட நம்முடைய குஷி, நம்முடைய முகம் செஹரா, நம்முடைய முகம் நடத்தை, அதில் எப்போதுமே ஸ்மைலிங். நம்ம எல்லாம் சொல்லாம எவர் ஸ்மைலிங், எவர் ஸ்மைலிங். பாபா குழந்தை அப்படின்னா சிச்சுவேஷன் எப்படியா இருந்தாலும் ஸ்மைலிங். இத்தனை பெரிய துக்கத்தினுடைய விஷயம் நம்முடைய லைஃப்ல வந்தாலும் கூட பாபாவுடைய குழந்தைகள் ஃபேஸ் ஸ்மைலிங். பாபாவுடைய குழந்தைகளுடைய திருஷ்டி இத்தனா பவித்ர, இத்தனா ஸ்னேக், அவ்வளோ ஸ்னேகம் இருக்கணும். அவனுடைய மைண்ட் எப்படி இருக்குது, எப்படிப்பட்ட கன்ஃபியூஷன், பயப்படக்கூடிய ஸ்திதி. அட்டாமிக் வார் ஸ்டார்ட் ஆனா கூட 144 ஊரடங்கு உத்தரவு போட்டா கூட எந்த பயமும் நமக்கு இல்லை. நம்ம கூட பாபா இருக்கிறாரு, எந்த பயமும் இல்லை, எந்த கவலையும் இல்லை, எந்த துக்கமும் இல்லை, மன் சாந்தி. இதுதான் இப்ப நம்முடைய புருஷார்த்தம். இது நம்ம அட்டென்ஷன் செக் 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 பண்ணிட்டே இருங்க. நான் சாந்தியா இருக்கிறேனா, ஸ்னேகமா இருக்கிறேனா, குஷியா இருக்கிறேனா. இந்த 3 செக், 3 கொஸ்டினுக்கும் ஆன்சர் எப்ப கேட்டாலும் ஆன்சர் எஸ். நம்ம யாராவது அடிக்க வந்தா கூட, மம்மாவை அடிக்க வந்தாங்களாம், ஆனா பார்த்தா மம்மா பார்த்ததும் எல்லாரும் கீழே போட்டுட்டு நமஸ்காரம் பண்ணாங்க. நீங்க ஹிஸ்டரி படிச்சிருப்பீங்க. அத்தனை பேர் கையில என்ன சொன்னாங்க, ஸ்டிக்கு, மலையாளத்துல சொல்ல தெரியல, கையில கம்போட வந்தாங்க. மம்மாவை போய் மம்மா பார்த்தது அவங்களுடைய தபஸ்வீரும் கொஞ்சம் கூட பயம் இல்லை, அவங்களுக்கு கொஞ்சம் கூட பதட்டம் இல்லை, எதுவுமே இல்லை. அப்படியே தபஸ்வீரும் எல்லாரும் கம்பு கீழே போட்டுட்டு நமஸ்காரம் பண்ணிட்டு கீழே விழுந்தோம். இதுதான் நம்முடைய புருஷார்த்தம். நம்ம முன்னாடி சீன் எப்படி வேணா வரட்டும், சிங்கம் வரட்டும், புலி கூட வரட்டும், பாம்பு கூட வரட்டும், ஓ எல்லாம் நோ, கத்தக்கூடாது, பயப்படக்கூடாது, பதறக்கூடாது. சாந்தி, ஸ்னேக், குஷ். பாபா கூட இருக்கிறாரு. இதே ஸ்திதியில இருந்துட்டோம் அப்படின்னா பாபா அப்படியே நம்மளை கொண்டு போய் சொர்க்கத்துல கொண்டு போய் சேர்த்துட்டோம். இது நம்முடைய புருஷார்த்தம். என்னுடைய புருஷார்த்தம் அதுதான். சிச்சுவேஷன் எப்படியா இருந்தாலும் இதுதான். ஸோ நம்ம எல்லாருமே இதில் அட்டென்ஷன் கொடுக்கும். எல்லாருமே கேட்குறோம், அமிர்தோட யோகா பண்ணீங்களா, கிளாஸ் கேட்டிங்களா, அது பண்ணீங்களா, பட்டி அட்டன் பண்ணீங்களா, என்ன அனுபவம் கிடைச்சிது, இதெல்லாம் ரிப்பீட்டட்லி நம்ம கேட்குற கொஸ்டின்ஸ். பட் என்ன கொஸ்டின்ஸ் கேட்கணும், மன் சாந்தி இருக்குதா, பட்டி அட்டன் பண்ணோம், அமிர்தோட யோகா பண்ணோம், முரளி கிளாஸ் பண்ணோம், 12 மணி, மதியம் 12 மணிக்கு வீட்டில் ஏதோ ப்ராப்ளம் நடக்குது, மன் சாந்தியா இருக்குதா, ஸ்னேகமயமா இருக்குதா, குஷியா இருக்குதா? இதுக்கு 3க்கு ஆன்சர் எஸ்னா ஹம் தபஸ்வி. தபஸ்வி மானா எப்படிப்பட்ட சூழ்நிலை, இந்த 3க்கும் ஆன்சர் எஸ். ஐ எம் பீஸ்ஃபுல், ஐ எம் லவ்ஃபுல், ஐ எம் ஹாப்பி. ஓம் சாந்தி. താങ്ക് യു രാമകൃഷ്ണൻ ഭായി. കുറച്ച് സമയത്തിൽ എല്ലാവർക്കും നിറയെ ഖജനാവ് കിട്ടിയില്ലേ? പിന്നെ നമുക്ക് ഒരു നിമിഷം ബാബയെ ഓർമ്മിച്ച് ഫിനിഷ് ചെയ്യാം. കഴിച്ചിട്ട് ഭോഗ് കഴിച്ചിട്ട് വരൂ. ഈശ്വരൻ ഭായിയുടെ ക്ലാസ് നമുക്ക് അതിന് ശേഷം കേൾക്കാം.